മഴ കുറയുമ്പോൾ ആദ്യം ഇടിയുന്നത് കൃഷിയാണെന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ തെറ്റി. ഇന്ത്യയിൽ കാലവർഷം പിണങ്ങിയാൽ അതിന് പ്രത്യാഘാതം ആദ്യം പ്രതിഫലിക്കുക നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെ ബാലൻസ് ഷീറ്റുകളിലാണ്. എന്താണ് ഈ റൂറൽ ഫിനാൻസ് കണക്കുകൾ നമ്മളോട് പറയുന്നത് നോക്കാം. ഈ വർഷം സാധാരണയേക്കാൾ കുറഞ്ഞ മഴയെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. പക്ഷേ ഓഹരി വിപണി ഇതുവരെയായി ഇതിനോട് കാര്യമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ യഥാർത്ഥ റിസ്ക് മറഞ്ഞിരിക്കുന്നത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന NBFCകളിലാണ്. ട്രാക്ടർ ലോണുകൾ, ടൂ വീലർ ഫിനാൻസ്, MSME ലോണുകൾ ഇവയെല്ലാം ഗ്രാമീണ വരുമാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. CMIEയുടെ റിപ്പോർട്ട് പ്രകാരം റാബി വിളകളിൽ നിന്നുള്ള കർഷകരുടെ വരുമാന വളർച്ച 1% താഴെ മാത്രമാണ്. കയ്യിൽ പണമില്ലാതാകുമ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? EMI മുടങ്ങുന്നു, ഡിഫോൾട്ടുകൾ വർദ്ധിക്കുന്നു. ശ്രീറാം ഫിനാൻസിനെ പോലുള്ള വമ്പൻ NBFCകൾ ഇതിനോടകം തന്നെ തങ്ങളുടെ അസറ്റ് ക്വാളിറ്റിയിൽ നേരിയ ഇടിവ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. ഇവിടെ ഒരു കൗതുകകരമായ കാര്യമുണ്ട്. രാജ്യം വരൾച്ച നേരിട്ട വർഷങ്ങളിലും ഇന്ത്യൻ വിപണി കരുത്ത് കാട്ടിയിട്ടുണ്ട്. 2009 കടുത്ത വരൾച്ച ഉണ്ടായിട്ടും നിഫ്റ്റി 12% മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ചരിത്രം എപ്പോഴും ആവർത്തിക്കണമെന്നില്ല. വിപണിയുടെ ശ്രദ്ധ സൂചികകളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ താഴെത്തട്ടിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ആശ്രയിക്കുന്ന ക്രെഡിറ്റ് സൈക്കിളാകും ആദ്യം സമ്മർദ്ദത്തിലാകുക. ഇതിൻ്റെ ആഘാതം ധനകാര്യ സ്ഥാപനങ്ങളുടെ ബാലൻസ് ഷീറ്റുകളിൽ ഉടനടി പ്രതിഫലിക്കുമെങ്കിലും കൺസ്യൂമർ സ്റ്റോക്കുകളിലേക്ക് അത് പടരാൻ മാസങ്ങളെടുത്തേക്കാം. അപ്പോൾ ഇതിൽ നിന്നുള്ള ലളിതമായ പാഠം ഇതാണ്: മഴ കുറയുമ്പോൾ ഓഹരി സൂചികളിലല്ല, NBFCകളുടെ ബാലൻസ് ഷീറ്റുകളിലാണ് കണ്ടുവേണ്ടത്. മെയ് മാസത്തിൽ കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കുന്ന മൺസൂൺ റിപ്പോർട്ടായിരിക്കും വിപണിയുടെ ഗതി നിശ്ചയിക്കാൻ പോകുന്നത്. കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ധനം ഓൺലൈൻ ഫോളോ ചെയ്യൂ.